ഹായ് മക്കളെ, നമ്മളിനി ആറാമത്തെ ചാപ്റ്ററായ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ നോക്കിയാലോ. ഈ ചാപ്റ്റർ കൂടുതൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററായിട്ടാണ് കുട്ടികൾ പൊതുവെ പറയാറുള്ളത്. പക്ഷേ അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്വിക്കായി ഈ ചാപ്റ്ററിലെ എല്ലാ ഏരിയകളും ഒന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് ഒരു 5-6 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യമേ പറയട്ടെ, നമ്മൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല ചാപ്റ്ററും പഠിക്കുമ്പോൾ ഡെറിവേഷനുകൾ ധാരാളമാണ് എന്നുള്ള ആ ഒരു പേടിയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഡെറിവേഷൻസ് ഒന്നുമില്ല. ആകെ ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷനേ ഉള്ളൂ. അതാകട്ടെ സിമ്പിളായി പഠിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ചെറിയ ക്ലാസ്സിലൊന്നും സയൻസിൽ കേട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങൾ വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല. നോക്കിയാലോ. ഓക്കെ, ആദ്യമായി നിങ്ങൾ പഠിക്കേണ്ടത് ഒരു റിജിഡ് ബോഡി, കൃത്യമായ ഷേപ്പുള്ള ബോഡി, എന്തെന്നെ സംഭവിച്ചാലും ഷേപ്പിന് മാറ്റം വരാത്ത ബോഡി, അതാണ് റിജിഡ് ബോഡി. ഓക്കെ, ഫോഴ്സ് കൊടുത്താലും ഷേപ്പിൽ മാറ്റം ഉണ്ടാവരുത്. ഈ റിജിഡ് ബോഡിക്ക് 3 തരം മോഷനാണ് ഉള്ളത്. ഏതൊക്കെ? ഒന്ന് ട്രാൻസ്ലേഷൻ, മറ്റൊന്ന് റൊട്ടേഷൻ, മൂന്നാമത് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. നോക്കണം, ഈ ചെരിഞ്ഞ സർഫസിൽ വെച്ച ഈ ബ്ലോക്ക് താഴോട്ട് സ്ലൈഡ് ചെയ്യല്ലേ, സ്ലൈഡ് ചെയ്ത് പോകുന്ന ആ മോഷനാണ് ട്രാൻസ്ലേഷൻ. എന്നാൽ ഈ പമ്പരമോ നിന്ന് നിൽപ്പിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് റൊട്ടേഷൻ. എന്നാൽ ഈ ബോളോ അത് ആ ചെരിഞ്ഞ സർഫസിൽ ഉരുണ്ടു പോവുകയാണ്, അതാണ് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ആദ്യം പറയട്ടെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ചലിക്കുന്ന വസ്തുക്കളെ, മൂവ് ചെയ്യുന്ന ബോഡികളെയൊക്കെ നമ്മൾ, റിജിഡ് ബോഡികളെയൊക്കെ നമ്മൾ ഒരുപാട് പാർട്ടിക്കിളുകളുടെ ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ പെന്നിനകത്ത് കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റങ്ങളെ നമ്മൾ പാർട്ടിക്കിളുകളെ പോലെ കരുതും, അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഏതൊരു ബോഡിയെയും നമുക്ക് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളായി കൺസിഡർ ചെയ്യുക. എ കളക്ഷൻ ഓഫ് ഇൻറ്ററാക്ടിങ് പാർട്ടിക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബോഡി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിയിലെ എല്ലാ പാർട്ടിക്കിളുകളും ഒരേപോലെ ചലിക്കും. ഓക്കെ, ഇതൊന്നും അങ്ങനെയല്ല. ഏതായാലും റിജിഡ് ബോഡി എന്താണെന്ന് മനസ്സിലാക്കുക. 3 തരം മോഷൻ ഏതൊക്കെയെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിൽ ആദ്യമായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് റൊട്ടേഷനെ കുറിച്ച് മാത്രമാണ്. ട്രാൻസ്ലേഷനെ കുറിച്ചോ റോളിംഗ് മോഷനെ കുറിച്ചൊന്നും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നില്ല. റൊട്ടേഷനെ കുറിച്ച്, റൊട്ടേഷണൽ മോഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ മറ്റൊരു പാർട്ട് നമ്മൾ വർക്ക് എനർജി പവറിൽ കണ്ടില്ലേ, സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അതിൻ്റെ മറ്റൊരു പാർട്ട് നോക്കണം. ഏതാ? വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്? 2 വെക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ വെക്ടർ കിട്ടുക. വെക്ടർ ഇൻറ്റു വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ. അതിന് നമ്മൾ ക്രോസ് ഇട്ടുകൊണ്ടാണ് എഴുതുക. അതുകൊണ്ടാണ് ക്രോസ് പ്രൊഡക്റ്റ്. എ വെക്ടർ ക്രോസ് ബി വെക്ടർ. ആൻസർ എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. എ ഡോട്ട് ബി എന്തായിരുന്നു? എ ബി കോസ് തീറ്റ. എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. ഇതിനകത്ത് എ ബി സൈൻ തീറ്റയാണ് ആൻസറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എൻ ക്യാപ്പ് സൂചിപ്പിക്കുന്നത് ആൻസർ ഒരു വെക്ടർ അല്ലേ, വെക്ടർ ആകുമ്പോൾ ഡയറക്ഷൻ ഉണ്ടാവില്ലേ, ആ ഡയറക്ഷനാണ് എൻ ക്യാപ്പ് സൂചിപ്പിക്കുന്നത്. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണാൻ എയിൽ നിന്ന് ബിയിലേക്കായി നമ്മൾ റൈറ്റ് ഹാൻഡ്, ഈ വലത് കയ്യിലെ 4 വിരലുകൾ ഇങ്ങനെ മടക്കുക. അപ്പോൾ നോക്ക്, എ നിന്ന് ബിയിലേക്കായി ഞാൻ ഇങ്ങനെ മടക്കുമ്പോൾ തമ്പ് ഉള്ളിലേക്കല്ലേ നിൽക്കുന്നത്, അപ്പോൾ എ ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണ്. അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ബോർഡിൽ ഒരു സ്ക്രൂ വെച്ചു, എ നിന്ന് ബിയിലേക്കായി ഞാൻ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ തിരിച്ചു, അപ്പോൾ ആ സ്ക്രൂ ഉള്ളിലേക്കല്ലേ പോകും. അപ്പോൾ ഈ സ്ക്രൂ റൂളോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ ഉപയോഗിച്ചുകൊണ്ട് എ ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ കാണാം. ഡയറക്ഷൻ കണ്ടു നോക്കിയാൽ ഈ കേസിൽ ഉള്ളിലേക്കാണ് ഡയറക്ഷൻ. ഓക്കെ, ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ അത് എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമലാണ്. നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ. സോ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ വെക്ടർ ആൻഡ് ബി വെക്ടർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ 3 പ്രോപ്പർട്ടീസ് പഠിക്കാം. എ ക്രോസ് ബി, ബി ക്രോസ് എ ഈക്വൽ അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഉള്ളിലേക്കാണെങ്കിൽ ബി ക്രോസിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കാണ് വരിക, ഓപ്പോസിറ്റാണ് വരിക. അതുകൊണ്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് എഴുതാം, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറയാം, ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. എ ക്രോസ് എ ആൻസർ എന്താ? 0. എന്തുകൊണ്ട്? എ ക്രോസ് എ വരുമ്പോൾ എ ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുമ്പോൾ എ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ 0, സൈൻ 0. സോ എ ക്രോസ് എൻ്റെ ആൻസർ 0. 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ, നോക്കണം, 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രി. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ ആൻസർ എന്തായിരിക്കും? 0, അല്ലെങ്കിൽ 0 വെക്ടർ അങ്ങനെ പറയാം. സോ ഈ 3 പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് നോക്കാം. ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ 0. എ ക്രോസ് എ 0 അല്ലേ, അപ്പോൾ സെയിം യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ 0. എന്നാൽ ഡിഫറൻ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ, ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ. ഷോർട്ട് കട്ട് ഇടാം. എന്താ ഷോർട്ട് കട്ട്? ഐ ജെ കെ 3 തവണ അങ്ങ് എഴുതി. 2 തവണ ഐ ജെ കെ. ഇനി റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താ റൈറ്റിലേക്ക് പോകുക? ഐ ക്രോസ് ജെ, ഐ കഴിഞ്ഞല്ലേ ജെ, അതേപോലെ ജെ ക്രോസ് കെ, അതേപോലെ കെ ക്രോസ് ഐ. ഇതൊക്കെ കാണുമ്പോൾ റൈറ്റിലേക്കാണ് നമ്മൾ പോകുക. അങ്ങനെ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ 3ാമത്തെ ആളെ പ്ലസ് ആയി പറയാം. അതായത് ഐ ക്രോസ് ജെൻ്റെ ആൻസർ കെ ആണ്, ജെ ക്രോസ് കെൻ്റെ ആൻസർ ഐ ആണ്, കെ ക്രോസ് ഐൻ്റെ ആൻസർ ജെ ആണ്. ഓക്കെ,
എന്നാൽ ലെഫ്റ്റിലേക്കാണ് വരണമെങ്കിലോ മക്കളെ കെ ക്രോസ് ജെ, ജെ ക്രോസ് ഐ, ഇതാണ് ലെഫ്റ്റിലേക്ക് വരിക. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ആളെ മൈനസ് ആയി പറയണം. കെ ക്രോസ് ജെൻ്റെ ആൻസർ ഐ അല്ല, മൈനസ് ഐ. ജെ ക്രോസ് ഐൻ്റെ ആൻസർ മൈനസ് കെ, ഐ ക്രോസ് കെൻ്റെ ആൻസർ മൈനസ് ജെ. ഇനി നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ രണ്ട് കോളം നോക്കി. ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റില്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ 2 മാർക്കിന് ക്രോസ് പ്രൊഡക്റ്റ് കാണാനുള്ള പ്രോബ്ലം ചോദിച്ചേക്കാം. നോക്കണം, 2 വെക്ടറുകൾ തന്നു. എ വെക്ടർ കമ്പോണൻറ്റ് ഫോമിൽ തന്നു, ബി വെക്ടറും കമ്പോണൻറ്റ് ഫോമിൽ തന്നു. എന്നിട്ട് എ ക്രോസ് ബി കാണാൻ പറഞ്ഞാൽ നമ്മൾ മാത്സിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഡിറ്റർമിനൻറ്റ് മെത്തേഡിലാണ് ഇത് കാണുന്നത്. ഓക്കെ, എങ്ങനെ കാണാം? ആദ്യം ഐ ജെ കെ എന്ന് വിട്ട് ഒരു വരിയിൽ എഴുതും. അതിന് താഴെ എ വെക്ടർ ഫസ്റ്റ് വെക്ടറിൽ ഈ നമ്പറുകൾ 3, അതേപോലെ ജെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പർ സൈനോട് കൂടി -4, കെ ക്യാപ്പിൻ്റെ നമ്പർ 5. അപ്പോൾ 3 - 4 5. മൂന്നാമത്തെ വരിയിൽ ബി വെക്ടറിലെ നമ്പറുകൾ വിത്ത് സൈൻ -2 1 3. ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ 1 ജെ ക്യാപ്പ് ആണല്ലോ. അങ്ങനെ 3 വരിയിലായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി അപ്പുറം 2 ലൈൻ വരച്ചാൽ ഈ എഴുതിയിരിക്കുന്ന നമ്പറുകളുടെ ഡിറ്റർമിനൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിറ്റർമിനൻ്റ് കാണുന്നത് എങ്ങനെ? സെക്കൻഡ് ഇയറിൽ പഠിക്കണം. എന്നാൽ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്സിൽ ഇവിടെ നമുക്ക് ഓർത്ത് വെക്കണം. ആദ്യം ഐ ക്യാപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു, മൈനസ് ജെ ക്യാപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു, പ്ലസ് കെ ക്യാപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു. ശ്രദ്ധിക്കണേ, ജെ ക്യാപ്പ് ഉള്ള ടേം നെഗറ്റീവ് ആക്കി എഴുതണം, ബാക്കി 2 ടേമും പോസിറ്റീവ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐ ക്യാപ്പിൻ്റെ റോയും കോളവും ഒഴിവാക്കി. അപ്പോൾ ബാക്കി 4 നമ്പറുകളിൽ അവരെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -4 × 3 -12, എന്നിട്ടൊരു മൈനസ് സൈൻ കൊടുക്കുക. പിന്നെ 1 × 5 5. ഓക്കെ, ഈ പരിപാടി അടുത്ത. അപ്പോൾ ഐ ക്യാപ്പിൻ്റെ ബ്രാക്കറ്റിൽ ഐയുടെ റോയും കോളും ഒഴിവാക്കി, ബാക്കിയുള്ളവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഡിഫറൻസ് കണ്ടു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ജെ ക്യാപ്പാണ്. ജെ ക്യാപ്പിൻ്റെ റോയും കോളും ഒഴിവാക്കിയാൽ ബാക്കി 4 നമ്പറുകളില്ലേ അവരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3 9 -2, -2 × 5 -10. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തത് കെ ക്യാപ്പിൻ്റെ റോയും കോളും ഒഴിവാക്കിയാൽ ബാക്കി 4 നമ്പറുകൾ ഇവരാണ്. പറയും 3 × 1 3 -2 × -4 8. ഈ മൈനസ് സെൻറ്ററിൽ വരുന്ന മൈനസ് ഡിറ്റർമിനൻ്റ് കാണുന്ന റൂളിൽപ്പെട്ടതാണ്. ശരി, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ -12 -5 -17, സോ -17 ഐ ക്യാപ്പ്. 9 - -10 9 + 10 19 ജെ ക്യാപ്പ്. പിന്നെ അടുത്തത് 3 - 8 -5. ഇവിടെ പ്ലസ് ആണ്, പ്ലസ് കഴിഞ്ഞ് മൈനസ്, അപ്പോൾ -5 കെ ക്യാപ്പ്. ഇതാണ് എ ക്രോസ് ബിൻ്റെ ആൻസർ. ഓക്കെ, സോ എ ക്രോസ് ബി കാണാനുള്ള 2 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ കണ്ടത്. സോ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക് അതോടെ തീർന്നു. ഇനി അടുത്തത് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രം എക്സാമിന് വന്നിട്ടുള്ള സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് സെൻറ്റർ ഓഫ് മാസ്? ഒരു ബോഡിയുടെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തതായി കരുതാവുന്ന പോയിന്റിൻ്റെ പേരാണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഒരു ബോഡിയുടെ മുഴുവൻ മാസും നോക്കാം. അപ്പോൾ ഈ മാർക്കറിൻ്റെ സെൻറ്ററിൽ പിടിച്ച് പൊക്കിയാൽ മാർക്കർ മൊത്തത്തിൽ പൊങ്ങില്ലേ? അപ്പോൾ ആ ബോഡിയുടെ മുഴുവൻ മാസും ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. ആ പോയിന്റിൻ്റെ പേരാണ് സെൻറ്റർ ഓഫ് മാസ്. പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി ഈസ് കൺസിഡർഡ് ടു ബി കോൺസെൻട്രേറ്റ്. ആ പോയിന്റ് പഠിച്ചാൽ മതി. പിന്നെ എന്തിനാ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ഈ ബോട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെന്നിത ഈ ഒരു അടിഭാഗം പിടിച്ച് ഞാൻ എറിഞ്ഞാൽ അതൊരു പ്രൊജക്റ്റൈല, അത് പാരാബോളിക് പാത്തിലാണ് പോവുക എന്നാണ് പഠിച്ചത്. പക്ഷേ ഞാൻ അടിഭാഗത്ത് പിടിച്ച് ഇങ്ങനെ എറിഞ്ഞത് കറങ്ങിയല്ലേ പോകുക, ഈ ബോട്ടിൽ പോകുന്ന പോലെ കറങ്ങി പോകുമ്പോൾ ആ ബോട്ടിലെ പല പാർട്ടിക്കിളുകളും പല രീതിയിലല്ലേ പോകുക. പക്ഷേ ഈ ബോട്ടിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ദ സെൻറ്റർ പോയിന്റ്, ആ സെൻറ്റർ പോയിന്റ് നോക്കിയാൽ അത് കൃത്യം ഇങ്ങനെ പാരാബോളിക് പാത്തിലാണ് പോയിട്ടുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ബോഡിയിലെ പല പാർട്ടിക്കിളുകൾ പല തരത്തിലാണ് പോകണമെങ്കിൽ ബോഡി പോകുന്ന പാത്ത് ഏതാണെന്ന് ചോദിച്ചാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന പോയിന്റിൽ ആ പാർട്ടിക്കിൾ പോയ പാത്താണ് പറയേണ്ടത്. ആ കോൺസെപ്റ്റ് അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വിട്ടേക്കണം. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. സെൻറ്റർ ഓഫ് മാസ് ആണ് ബോഡിയുടെ റെപ്രസെൻറ്റേറ്റീവായി നമ്മൾ കരുതുക എന്നാണ് എഴുതിയത്. അതായത് ബോഡി മൂവ് ചെയ്യുമ്പോൾ ബോഡിയുടെ പൊസിഷൻ, ബോഡിയുടെ വെലോസിറ്റി, ബോഡിയുടെ ആക്സിലറേഷൻ ഒക്കെ പറയുക സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയും പൊസിഷനും ആക്സിലറേഷനും നോക്കിയിട്ടാണ് എന്നർത്ഥം. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള പ്രോബ്ലം 1-2 തവണ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇത് m1 മാസുള്ള ഒരു പാർട്ടിക്കിൾ, ഇത് m2 മാസുള്ള ഒരു പാർട്ടിക്കിൾ, രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ 2 പാർട്ടിക്കിൾ, ഉദാഹരണം ഒരു കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ, കാർബൺ ആറ്റം ഓക്സിജൻ ആറ്റം, 2 പാർട്ടിക്കിൾ. അപ്പോൾ ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് ഈ 2 പേരുടെയും ഇടയ്ക്ക് എവിടെയെങ്കിലും വരും. ഓക്കെ, രണ്ടാൾക്കും ഒരേ മാസാണെങ്കിൽ കൃത്യം നടുക്ക് വരും. ഓക്കെ, ഒരാൾക്ക് മാസ് കൂടുതൽ ഒരാൾക്ക് കുറവാണെങ്കിൽ മാസ് കൂടിയ ആളുടെ അടുത്തേക്കായിരിക്കും സെൻറ്റർ ഓഫ് മാസ് വരിക. ഈ പാർട്ടിക്കിളിൻ്റെ മാസ് m1, ഇവൻ്റെ മാസ് m2, ഇവൻ്റെ എക്സ് കോർഡിനേറ്റ് x1, y കോർഡിനേറ്റ് y1, അതേപോലെ ഇവൻ്റെ എക്സ് കോർഡിനേറ്റ് x2, y കോർഡിനേറ്റ് y2. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാൻ പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടെത്തുക, സെൻറ്റർ ഓഫ് മാസിൻ്റെ വൈ കോർഡിനേറ്റ് കണ്ടെത്തുക. അത് കാണാനുള്ള ഫോർമുലയാണ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കാണാം? m1 x1 + m2 x2. 2 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 2 ടേം ഡിവൈഡഡ് ബൈ m1 + m2. 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ m3 x3 താഴെ m3 എന്ന് വരും. ഇത് n പാർട്ടിക്കിൾ ആകുമ്പോൾ ഉള്ള ഫോർമുലയാണ് എഴുതിയത്.
സെൻറ്റർ ഓഫ് മാസിൻ്റെ y കോർഡിനേറ്റ് എങ്ങനെ കാണാം? m1y1 പ്ലസ് m2y2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. z കോർഡിനേറ്റ് 3 ഡയമെൻഷൻ ആകുമ്പോൾ നമുക്ക് ആവശ്യം വരുള്ളൂ. നമുക്ക് ചോദിക്കുന്ന പ്രോബ്ലത്തിലൊന്നും അതിൻ്റെ ആവശ്യം വരാറില്ല. സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാനുള്ള XCM YCM കാണാനുള്ള ഫോർമുലയാണ് നോക്കിയത്. അങ്ങനെയെങ്കിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലം നോക്കണം. HCl മോളിക്യൂൾ, ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇൻ HCl മോളിക്യൂൾ ദ 2 ന്യൂക്ലിയൈ ആർ സെപ്പറേറ്റഡ് ബൈ, ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ദൂരം 1.27 ആങ്സ്ട്രോം. മാസ് ഓഫ് ഹൈഡ്രജൻ 1 AMU, മാസ് ഓഫ് ക്ലോറിൻ 35.5 AMU. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഇങ്ങനെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാൻ പറഞ്ഞാൽ മക്കൾ ചെയ്യേണ്ടത് ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒറിജിനൽ ഒരാളെ നമ്മളിങ്ങനെ സങ്കല്പിക്കുക. ദ ഹൈഡ്രജൻ ആയിക്കോട്ടെ. എന്നിട്ട് എക്സ് ആക്സിസിൽ അടുത്ത ആൾ ക്ലോറിൻ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇവിടെ ഒറിജിനൽ നമ്മൾ ഒരാളെ സങ്കല്പിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണ്? അവൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 0. എന്നാൽ ഇവിടെ ക്ലോറിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്, അത് 1.27, വൈ കോർഡിനേറ്റ് 0. ഇനി ഇവൻ്റെ മാസ് 1 AMU, ഇവൻ്റെ മാസ് 35.5 AMU. നോക്കണം, M1 ഹൈഡ്രജൻ ഒന്നാമത് മാസ് 1, M2 35.5. ഇത് X1 Y1, ഇത് X2 Y2 എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ XCM YCM ദ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളായി ചെയ്തൂടെ? M1 അറിയാം, M2 അറിയാം, X1 അറിയാം, Y1 അറിയാം, X2 അറിയാം, Y2 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ 1.235 ആണ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് 0 എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ നമുക്ക് ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കിട്ടും. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് എന്താണ്, സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് പറഞ്ഞത്. കൂടുതലൊരു കാര്യം കൂടി, സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ, അതായത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന പോയിന്റ് മൂവ് ചെയ്യുമല്ലോ. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനെ സ്വാധീനിക്കാൻ, മോഷൻ ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം എന്നാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറഞ്ഞ പോലെ. ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷന് ചേഞ്ച് വരില്ല. അപ്പോൾ നോക്കണം, ഇതൊരു ഫയർ ക്രാക്കറാണ് അല്ലെങ്കിൽ ഒരു ഷെല്ലാണ്. ഈ ഷെല്ല് വായുവിലേക്ക് എടുത്തെറിഞ്ഞു, അപ്പോൾ അതൊരു പ്രൊജക്റ്റൈലായി. അത് പൊട്ടിത്തെറിക്കുകയാണ് ഇവിടെ വെച്ച്. ഈ ഷെല്ല് പൊട്ടിത്തെറിച്ച് 2 കഷ്ണമായി. നോക്കണം, പൊട്ടിത്തെറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഷെല്ല് ഇങ്ങനെയല്ലേ പോവുക, പാരാബോളിക് പാത്ത്. പൊട്ടിത്തെറിച്ച് 2 കഷ്ണമായി. ഒരു കഷ്ണം ഇങ്ങനെ പോയി, അടുത്ത പീസ് ഇങ്ങനെയും പോയി. ഈ 2 കഷ്ണങ്ങൾ ആദ്യം ഇവിടെ എത്തി. ഈ 2 കഷ്ണങ്ങളുടെയും സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ കഷ്ണം ഇവിടെ എത്തി, ഈ കഷ്ണം ഇവിടെ എത്തി. അപ്പോൾ രണ്ടുപേരുടെയും സെൻറ്റർ ഓഫ് മാസ് ഇവിടെ. സെൻറ്റർ ഓഫ് മാസ് ഇത് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ മുമ്പ് ഏത് പാത്തിലാണോ വന്നത് അതേ പാത്തിൽ തന്നെ സെൻറ്റർ ഓഫ് മാസ് തുടർന്നും പോയി. സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷന് ചേഞ്ച് വരുന്നില്ല. എന്തുകൊണ്ട്? സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷന് ചേഞ്ച് വരണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഈ പൊട്ടിത്തെറിക്ക് കാരണം, ഈ എക്സ്പ്ലോഷന് കാരണം ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ മക്കൾ സെൻറ്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി നേരെ റൊട്ടേഷണൽ മോഷനിലേക്ക് കടക്കാൻ പോകും. സെൻറ്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് കാര്യമായ ചോദ്യങ്ങളൊന്നും എക്സാമിന് വരാറില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം വരെ റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ആദ്യം എന്താണ് റൊട്ടേഷണൽ മോഷൻ്റെ പ്രത്യേകത നോക്കണം. ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. നിന്ന നിൽപ്പിൽ തിരിയുകയാണ് ഈ ബോഡി, അതാണ് റൊട്ടേഷൻ. അപ്പോൾ ഈ ബോഡിക്കകത്ത് കുറേ ആറ്റങ്ങളിലെ കുറേ പാർട്ടിക്കിൾസിലെ ബോഡി നിന്നിടത്ത് നിന്ന് തിരിയുമ്പോൾ പാർട്ടിക്കിളുകൾ സർക്കുലർ പാത്തിലല്ലേ കറങ്ങുന്നത്. ഓക്കെ, എല്ലാ പാർട്ടിക്കിളുകളും പല പല റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സർക്കുലർ പാത്തിൻ്റെ ഒക്കെ സെൻറ്റർ നോക്കിയാൽ, പാർട്ടിക്കിളുകൾ കറങ്ങുന്ന സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ നോക്കിയാൽ ഒരേ ലൈനിൽ വരും. ആ ലൈനെ പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഏതൊരു ബോഡി കറങ്ങുമ്പോഴും ആ കറക്കത്തിന് ഒരു ആക്സിസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആക്സിസിൽ നിന്ന് പാർട്ടിക്കിളുകളിലേക്കുള്ള ദൂരത്തെ നമ്മൾ ആർ എന്ന ലെറ്ററിൽ സൂചിപ്പിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്ന പല ഫോർമുലകളിലും ആർ ഉണ്ടാവും. ആർ വെക്റ്റർ ശ്രദ്ധിക്കണം. ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥം. ദെൻ കറങ്ങുന്ന പാർട്ടിക്കിളിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ഇതെല്ലാം നേരത്തെ കണ്ടതല്ലേ മോഷനിലെ പ്ലെയിനിൽ ഒക്കെ കറങ്ങുന്ന ആംഗിളാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് ആംഗുലർ വെലോസിറ്റി. ദെൻ ഇവിടെ മൂന്നാമത് പുതിയൊരാളെ ആൽഫ. എന്താ ആൽഫ? ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ഇത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ω0/t. അതാണ് ആൽഫ. ആൽഫൻ്റെ യൂണിറ്റ് മറക്കരുത്, റേഡിയൻ സെക്കൻഡ് റേസ് ടു -2 എന്നാണ്. ഇവരുടെയൊക്കെ യൂണിറ്റ് നമ്മൾ മോഷൻ പ്ലെയിനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാണ്. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ മോഷൻ പ്ലെയിനിൽ ഡിറൈവ് ചെയ്ത് പഠിച്ചു. എന്തായിരുന്നു? V = Rω. ഈ ഇക്വേഷൻ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. V വെക്ടർ ω ക്രോസ് R എന്ന് എഴുതണം. ഒമേഗ ക്രോസ് ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതിയ തെറ്റും. എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. അപ്പോൾ ഇത് ഈ വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ തെറ്റരുത്. ഒമേഗ ക്രോസ് ആർ എന്ന് തന്നെ എഴുതിയിരിക്കണം. അപ്പോഴേ ഡയറക്ഷൻ സെയിം ആവും. അതേപോലെ നോക്കട്ടെ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുക. ഈ ക്ലോക്കിനകത്തെ സൂചി 12 നിന്ന് 3 എത്തുക. അപ്പോൾ ആ സൂചി റൊട്ടേറ്റ് ചെയ്യൽ. അപ്പോൾ ആ സൂചിക്കകത്ത് കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ. പല പാർട്ടിക്കിളുകളും പല പല റേഡിയസ് ഉള്ള സർക്കിളിലാണ് സഞ്ചരിക്കുന്നത്. എല്ലാ പാർട്ടിക്കിളുകളുടെയും ഒമേഗ ആംഗുലർ വെലോസിറ്റി സെയിം ആയിരിക്കും.
ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിളിൻ്റെയും ഒമേഗ സെയിം ആയിരിക്കും. എന്നാൽ ലീനിയർ വെലോസിറ്റി എല്ലാവർക്കും സെയിം അല്ല, അത് പലർക്കും പലതായിരിക്കും. ഒമേഗ എല്ലാവർക്കും സെയിമാണ്, തീറ്റ ബൈ ടൈമാണ് ഒമേഗ, തീറ്റയും ടി ഒക്കെ എല്ലാവർക്കും എല്ലാ പാർട്ടിക്കിളും സെയിമാണ്. അപ്പോൾ ഒമേഗ എല്ലാവർക്കും സെയിം ആയിരിക്കും. പക്ഷേ ലീനിയർ വെലോസിറ്റി ഡിഫറൻറ്റ് ഫോർ ഡിഫറൻറ്റ് പാർട്ടിക്കിൾ. പല തവണ എക്സാമിന് 1 മാർക്കിൻ്റെ ചോദ്യമായി വന്നു. ഇനി റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ടേംസ് ആണ് ടോർക്ക്, ആംഗുലർ മൊമെൻറ്റ്. ടോർക്കിന് നമ്മൾ ടോ എന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ ബോഡി കറങ്ങുക. നോക്കണം, ഈ ഡോറിൽ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഡോർ റൊട്ടേറ്റ് ചെയ്യല്ലേ, ഫോഴ്സ് കാരണം ബോഡി ടേൺ ചെയ്യുക. ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്, അതാണ് ടോർക്ക്. ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ടോർക്ക് കാണാനുള്ള ഫോർമുല R ക്രോസ് F ആണ്. R എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ആണ്. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. R ക്രോസ് F എന്ന് പറയുമ്പോൾ RF സൈൻ തീറ്റ. ഓക്കെ, RF സൈൻ തീറ്റ. R ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, F ഫോഴ്സ്, തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് F. ശ്രദ്ധിക്കണം, ടോർക്ക് മാക്സിമം ആവുക തീറ്റ എത്ര ഡിഗ്രി ആകുമ്പോഴാണ്? എക്സാമിന് പലതവണ ചോദിച്ചു. ഇവിടെ സൈൻ തീറ്റ എന്നല്ലേ ഫോർമുലയിൽ, സൈൻ തീറ്റ മാക്സിമം ആവുക തീറ്റ എത്ര ഡിഗ്രി ആകുമ്പോഴാണ്? 90 ഡിഗ്രി. സോ 90 ഡിഗ്രിയിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ്, ഇങ്ങനെ തള്ളുമ്പോഴാണ് നന്നായി ടേൺ ചെയ്യാൻ അർത്ഥം. ഓക്കെ, ദെൻ ടോർക്കിന് പറയുന്ന മറ്റൊരു പേരാണ്, ടോർക്ക് ഈസ് ആൾസോ നോൺ ആസ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും ടോർക്കിന്. ഓക്കെ, അതായത് R ക്രോസ് F ആണ്, R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൊമെൻറ്റ് ഓഫ് എന്ന വാക്ക് പറയാം. അപ്പോൾ R ഇൻറ്റു F ആയതുകൊണ്ട് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. വേറൊരു കാര്യം, ടോർക്ക് നോക്കണം, ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. നമ്മൾ കമ്പയർ ചെയ്താൽ ട്രാൻസ്ലേഷണൽ മോഷനിലെ ഫോഴ്സ് പോലെയാണ് റൊട്ടേഷണൽ മോഷനിലെ ടോർക്ക്. ഓക്കെ, അതുകൊണ്ട് ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. വാക്ക് ശ്രദ്ധിക്കണേ, ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന് അനലോഗസ്, അനലോഗസ് മീൻസ് ഇക്വലന്റ്, ഫോഴ്സിന് ഇക്വലൻ്റ് ആയി റൊട്ടേഷനിലുള്ള ടേമാണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ടോർക്കിൻ്റെ യൂണിറ്റ് മറക്കരുത്, ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ടോർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇനി ആംഗുലർ മൊമെൻറ്റം പഠിക്കണം. അതിന് മുമ്പ് ടോർക്കിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഡോറിൻ്റെ ഹാൻഡിലുകൾ ഒരറ്റത്ത് വെക്കുന്നത്? ഡോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതല്ലേ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അറ്റത്ത് ഈ ഹാൻഡിൽ വെച്ചാലാണ് ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടുക. ആക്സിസിൽ നിന്നുള്ള ദൂരം R. ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടുമ്പോൾ ടേണിംഗ് ഇഫക്റ്റ് അഥവാ ടോർക്ക് എന്ത് ചെയ്യും? കൂടും. ചെറിയ ഫോഴ്സിൽ നമുക്ക് എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കും. അപ്പോൾ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആവുകയാണ്, അപ്പോൾ ടോർക്ക് കൂടുകയാണെന്ന് അർത്ഥം. അതേപോലെ കുത്തനെ വെച്ച ഒരു ലാഡറിൽ ഒരു മനുഷ്യൻ ചവിട്ടി കയറുക. അപ്പോൾ ആ ലാഡറിൽ നിന്ന് അയാൾ ബാക്ക്വേർഡായി ഫോളോ ചെയ്യാൻ. അങ്ങനെ വീഴുമ്പോൾ കുറച്ചാണ് മുകളിൽ എത്തുമ്പോഴാണ് വീഴാനുള്ള സാധ്യത കൂടുതൽ. 1-2 സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനേക്കാൾ സാധ്യത വീഴാനുള്ള സാധ്യത കൂടുതൽ മേലെത്തുമ്പോഴാണ്. ഇയാളുടെ വെയിറ്റ് കാരണമല്ലേ ഇത് വീണത്. ഇതാണ് ഈ ഗ്രൗണ്ടിലൂടെയാണ് ആ ആക്സിസ് കടന്നു പോകുക. അപ്പോൾ ഇയാളുടെ വെയിറ്റ് കാരണമാണ് ഇത് വീഴുന്നത്. അപ്പോൾ ആക്സിസിൽ നിന്ന് ആ ഫോഴ്സിലേക്കുള്ള ദൂരം R കൂടുന്നു. R കൂടുമ്പോൾ ടേണിംഗ് ഇഫക്റ്റ് കൂടുന്നു. ഇതിൻ്റെയും ആൻസർ അങ്ങനെയാണ്, R കൂടുകയാണ്, അപ്പോൾ ടോർക്ക് കൂടുകയാണ് എന്നർത്ഥം. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഈ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്ക്. ആ ചോദ്യത്തിൻ്റെ മീനിങ് മനസ്സിലായി നോക്ക്. 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും ഒരേ രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ടോർക്ക് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആംഗുലർ മൊമെൻറ്റം. മൊമെൻറ്റം എന്ന ടേം കേട്ടല്ലോ. ഓക്കെ, ശ്രദ്ധിക്കണം, കറങ്ങുന്നവൻ്റെ മൊമെൻറ്റമാണ് ആംഗുലർ മൊമെൻറ്റം. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് അത് തട്ടുന്ന സർഫസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്, അതാണ് ആംഗുലർ മൊമെൻറ്റം. എബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു മേക്ക് ആൻ ഇമ്പാക്റ്റ് ഓൺ അതർ ബോഡി. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല മറക്കരുത്, R ക്രോസ് P ആണ്. P ലീനിയർ മൊമെൻറ്റം, R ക്രോസ് P, RP സൈൻ തീറ്റ. തീറ്റ എപ്പോഴും 90 ഡിഗ്രി വരുമ്പോൾ സൈൻ 91 ആവും, അപ്പോൾ R ഇൻറ്റു P എന്നാവും. P ഈസ് ഈക്വൽ ടു MV അല്ലേ. സോ ആംഗുലർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല RMV എന്നുകൂടി പഠിക്കും. R ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് അല്ലെങ്കിൽ ഒറിജിൻ, മാസ് V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി. ഓക്കെ, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. നോക്കണം, ആംഗുലർ മൊമെൻറ്റം R-നെ P കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൊമെൻറ്റ് ഓഫ് എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ R-നെ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം ഈസ് ആൾസോ നോൺ ആസ് മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം. ഇനി പറയും, ട്രാൻസ്ലേഷണൽ മോഷനിലെ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം, റൊട്ടേഷണൽ മോഷനിലെ മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മോഷനിലെ ലീനിയർ മൊമെൻറ്റത്തിന് ഇക്വലൻ്റ് ആണ്. ഇക്വലൻ്റ് എന്നതിന് പകരം അനലോഗ്. സോ ആംഗുലർ മൊമെൻറ്റം ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. നേരത്തെ എന്താ പഠിച്ചത്? ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഇപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇനി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ ഡെറിവേഷൻ, ഒരൊറ്റ ഡെറിവേഷനാണ് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുള്ളത്. ആ ഡെറിവേഷൻ നോക്കുക. ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ ബിറ്റ്വീൻ ടോ ആൻഡ് ആംഗുലർ മൊമെൻറ്റം L. എന്താ റിലേഷൻ പറ? ടോ ഈസ് ഈക്വൽ ടു dL/dt. ടോ ഈസ് ഈക്വൽ ടു dL/dt. dL/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, അതാണ് ടോർക്ക്. ഓക്കെ, എങ്ങനെ ഡിറൈവ് ചെയ്യാം?
ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എൽ വെക്ടർ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. രണ്ട് സൈഡും നമ്മൾ ഡെറിവേറ്റീവ് കാണും, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി എൽ ബൈ ഡി ടി. ഇവിടെ പ്രൊഡക്റ്റ് ആറും പിയും മൾട്ടിപ്ലൈ ചെയ്യുക. മാത്സിൽ പഠിച്ചോ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ എങ്ങനെ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് പറഞ്ഞാൽ 6, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പി എ, പി ഡെറിവേറ്റീവ് ഡി പി ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് പറയുമ്പോൾ പി, ഫസ്റ്റ് 6, 6ൻ്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഡി പി ബൈ ഡി ടി ലോസ് ഓഫ് മോഷനിൽ പഠിച്ചു. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് വരും, അപ്പോൾ അത് ടോർക്ക് എന്ന് വരും. ഇവിടെ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, അത് മോഷൻ്റെ പ്ലെയിനിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പി ക്രോസ് വി എന്ന് വരും. പി എന്ന് പറഞ്ഞാൽ എം വി ആണ്, അപ്പോൾ എം വി ക്രോസ് വി അത് 0 വരും. ഓക്കെ മക്കൾ, ഇനി ഡി ആർ ബൈ ഡി ടി വെലോസിറ്റി എന്ന് ഓർമ്മ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ടേം 0 ആയി പോകും എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ടേം ടോർക്ക്, സെക്കൻഡ് ടേം 0. സോ ടോർക്ക് പ്ലസ് 0 എന്ന് വരുമ്പോൾ ടോർക്ക് എന്ന ആൻസർ വരും. ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ഡെറിവേഷൻ, ഇത് മാത്രം പഠിക്കുക, ഇത് നോക്കാതെ പോകരുത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതായി പറയാൻ ഈ ഒരൊറ്റ ഡെറിവേഷനേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ സിമ്പിളായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ. ഒരു റിജിഡ് ബോഡിക്ക് 2 തരം ഇക്വിലിബ്രിയങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, 2 റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ, ടോട്ടലിന് സിഗ്മ എന്നാണ്, ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. എന്നാൽ ടോട്ടൽ ടോർക്ക് 0 ആണെങ്കിൽ, സിഗ്മ ടോ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുക. ദെൻ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു പോയിൻ്റാണ് കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. നോക്കണം, ഈ ബോഡിയിൽ 2 ഫോഴ്സുകളില്ലേ? ഒരു ഫോഴ്സ് ഇങ്ങനെ താഴോട്ട്, മറ്റൊരു ഫോഴ്സ് ഇങ്ങനെ മേലോട്ട്. 2 ഫോഴ്സുകൾ, ഒരു ഫോഴ്സ് താഴോട്ട്, ഒരു ഫോഴ്സ് മേലോട്ട്. ഈ ബോട്ടിൽ കൈകൊണ്ട് തുറക്കുന്ന സമയത്ത് ഈ തള്ളവിരൽ കൊണ്ടൊരു ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ചൂണ്ടുവിരൽ കൊണ്ട് ഫോഴ്സ് അങ്ങോട്ടല്ലേ? ഒരേ ബോഡിയിൽ 2 ഫോഴ്സുകൾ. ആ 2 ഫോഴ്സുകൾ ഈക്വലാണ്, ഓപ്പോസിറ്റാണ്, ഒരേ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. 2 ലൈനുകളിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഇതാണ്. അതേ ലൈനിലാണോ ഈ ഫോഴ്സ്? അല്ല, രണ്ടും 2 ലൈനിലാണ്. ഇങ്ങനെ 4 പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ആ ഫോഴ്സിന് നമ്മൾ എന്ത് പറയും? കപ്പിൾ. ഏതൊക്കെ പ്രത്യേകത? ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, ഒരേ ബോഡിയിലായിരിക്കണം, 2 ലൈനിലായിരിക്കണം. ഇങ്ങനെ 2 ഫോഴ്സുകൾ അല്ലെങ്കിൽ ഒരു കപ്പിൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ ആ ബോഡിക്ക് കറക്കം, റൊട്ടേഷൻ ഉണ്ടാവും. ട്രാൻസ്ലേഷൻ ഉണ്ടാവുകയില്ല, ഓൺലി റൊട്ടേഷൻ. എ കപ്പിൾ പ്രൊഡ്യൂസസ് ഓൺലി റൊട്ടേഷൻ, നോ ട്രാൻസ്ലേഷൻ. പോയിന്റ് മറക്കരുത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്നുള്ളൊരു പോയിന്റ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്? നോക്കണം, ഇങ്ങനെ ഒരു റോഡ്, ഈ റോഡിൻ്റെ അറ്റത്തായി നമ്മളൊരു ലോഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. അതേപോലെ ഈ ബോഡിയെ പൊക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു എഫേർട്ട് എടുക്കുകയാണ്, ഓക്കെ, താഴ്ത്തുകയാണ്. അപ്പോൾ ഇത് താഴ്ത്തുന്ന സമയത്ത് ഈ ഭാഗം പൊങ്ങും. ഓക്കെ, ഈ റിജിഡ് റോഡിനെ നമ്മൾ, ഇത്തരം റോഡുകൾ നമ്മൾ ലിവറുകൾ എന്ന് പറയും. ലിവർ, സീസോ, പാർക്കിൽ കാണുന്ന, കുട്ടികളുടെ പാർക്കിൽ കാണുന്ന സീസോ, അതല്ലെങ്കിൽ സാധാരണ ത്രാസ്, ഇതൊക്കെ ലിവറുകൾക്ക് എക്സാമ്പിളായി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ലിവറുകളിൽ 2 ടോർക്കുകളുണ്ട്. ഈ ലോഡ് കാരണമായി ഒരു ടോർക്ക് ഉണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, എഫേർട്ട് കാരണമായി ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കിലും ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കുണ്ട്. ഈ സപ്പോർട്ട് കൊടുത്ത പോയിന്റിനെ ഫൾക്രം എന്ന് പേര് പറയും. ഇവിടെ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഫൾക്രം വരെയുള്ള ദൂരം, ആ ദൂരത്തെ നമ്മൾ ലോഡ് ആം എന്ന് പറയും. ഈ ദൂരം എന്താണ്? ലോഡ് ആം എന്ന് പറയും. അതേപോലെ എഫേർട്ട് എന്നുള്ള പോയിന്റ് തൊട്ട് ഈ ഫൾക്രം വരെയുള്ള ദൂരത്തെ എഫേർട്ട് ആം എന്നും പറയും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ക്ലോക്ക് വൈസ് ടോർക്കും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും ഉണ്ട്. ഈ ലിവർ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിലുള്ള കണ്ടീഷൻ പഠിക്കുക. കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഫോർ എ ലിവർ. എന്താ കണ്ടീഷൻ പറ? ലോഡ് ഇൻറ്റു ലോഡാം. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ടോർക്ക്. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. ഈ 2 ടോർക്കും ഈക്വൽ ആകുമ്പോൾ ടോട്ടൽ ടോർക്ക് 0 ആകും. ടോട്ടൽ ടോർക്ക് 0 ആയാൽ ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ലോഡ് ഇൻറ്റു ലോഡാം ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്നുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. ഇവിടെ ലോഡ് ബൈ എഫേർട്ട് എന്ന റേഷ്യോയെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ, ചുരുക്കി MA എന്ന് പറയും. ലോഡ് ബൈ എഫേർട്ടിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ വെയിറ്റ് മുഴുവൻ ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ വെയിറ്റ് ഓഫ് എ ബോഡി ആക്ട്സ്. ഓക്കെ, ആ ഡെഫിനിഷൻ പഠിച്ചു നോക്ക്. വേറൊരു ഡെഫിനിഷൻ ഉണ്ട്, അതായത് ഒരു ബോഡിയിലുള്ള നെറ്റ് ഗ്രാവിറ്റേഷണൽ ടോർക്ക് 0 ആകുന്ന പോയിന്റ് ആണെന്നാണ്. ഒന്നാമത്തെ ഡെഫിനിഷൻ സിമ്പിളായി പഠിക്കണം. അപ്പോൾ എക്സാമിന് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ? നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളുടെയും സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ ഒന്നായി തോന്നും. അപ്പോൾ ഇത് രണ്ടും ഒരേ പോയിന്റ് ആണോ അതോ രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ സിമ്പിളായിട്ട് എഴുതുക. ജി സ്മോൾ, നമുക്ക് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി,
ജിൻ്റെ വാല്യൂ എല്ലാ പാർട്ടിക്കിളിനും സെയിം ആണെങ്കിൽ, ചെറിയ ബോഡിയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഈ മാർക്കറോ ഞാനോ നിങ്ങളോ നമ്മൾ നിലകൊള്ളുന്ന ബിൽഡിങ്ങോ ഒക്കെ അതിനൊന്നും ജിയിൽ വേരിയേഷൻ വരാൻ മാത്രം ഹൈറ്റ് ഇല്ല. അപ്പോൾ ജിയുടെ വാല്യൂ എല്ലാ പാർട്ടിക്കിളിനും സെയിം ആണെങ്കിൽ ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ 2 പോയിൻറ്റും 2 ആയിരിക്കും. അപ്പോൾ 2 ഒന്നാണോ ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ ആൻസർ ചെയ്ത്. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കിടക്കണം നമ്മൾ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. വളരെ പ്രധാനപ്പെട്ട മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള ടോപ്പിക്കിലേക്കാണ് ഇനി വരുന്നത്. ഇനർഷ്യ എന്താണെന്ന് ലോസ് ഓഫ് മോഷനിൽ കണ്ടല്ലോ, ഇനബിലിറ്റി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതുതന്നെ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ക്യാപിറ്റൽ ആയി എന്ന് എഴുതും. ഇനർഷ്യ ടുവേർഡ്സ് റൊട്ടേഷൻ അഥവാ ഇനബിലിറ്റി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റൊട്ടേഷൻ എന്ന് പറയണം. ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല mr². എം എന്ന് പറഞ്ഞാൽ മാസ്, r ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. അപ്പോൾ ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ കുറേ പാർട്ടിക്കിളില്ലേ, ഒന്നാമത്തവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ m1r1², m2r2² എല്ലാം കണ്ട് ആഡ് ചെയ്യുക. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ യൂണിറ്റ് എം മാസ് കിലോഗ്രാം, r ഡിസ്റ്റൻസ് മീറ്റർ², കിലോഗ്രാം മീറ്റർ², ഡയമെൻഷൻ ml². ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. മറക്കരുത്, ട്രാൻസ്ലേഷണൽ മോഷനിലെ മാസ് പോലെയാണ് റൊട്ടേഷണൽ മോഷനിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തുള്ള എക്സാമിൻ്റെ ചോദ്യം. മാസ് ഓഫ് ദി ബോഡി, സൈസ് ഓഫ് ദി ബോഡി, ഷേപ്പ് ഓഫ് ദി ബോഡി, കറങ്ങുന്ന ആക്സിസ് മാറിയാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ മാറും, ആക്സിസിന് ചുറ്റുമുള്ള മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറിയാൽ മാറും. ഒരു 4 പോയിന്റുകളും പഠിക്കും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ദെൻ നമുക്കിനി 6 ബോഡികളുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ 8 ഫോർമുല ബൈഹാർട്ടാക്കാം. ഇതൊരു റിംഗ് ആണ്. ആ റിങ്ങിൻ്റെ സെൻറ്ററിലൂടെയുള്ള ആക്സിസ്, റിങ്ങിന് പെർപെൻഡിക്കുലാറായി സെൻറ്ററിലൂടെയുള്ള ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുക, ഡയാമീറ്ററിലൂടെയുള്ള ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുക. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഈ ആക്സിസ് ആകുമ്പോൾ mr², ഇതാകുമ്പോൾ അതിൻ്റെ പകുതി mr²/2. ബോഡിയുടെ പേര്, ആക്സിസിൻ്റെ പേര്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല ബൈഹാർട്ടാക്കണം. റിങ് mr²/2. അടുത്ത സർക്കുലർ ഡിസ്ക് ആണ്. ഡിസ്ക് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലാറായി സെൻറ്ററിലൂടെയുള്ള ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുക, ഡയാമീറ്ററിൽ mr²/2, mr²/4. റിങ് ഏതായിരുന്നു? mr²/2. ഡിസ്ക് mr²/2, mr²/4. ആക്സിസ് മറക്കരുത്, ഫോർമുല മാറരുത്. ദെൻ അടുത്തത് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇതാണ് ആക്സിസ്, ഹോളോ സിലിണ്ടർ mr². സോളിഡ് സിലിണ്ടർ ആണെങ്കിലോ, സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ mr²/2. അങ്ങ് ബൈഹാർട്ടാക്കുക, ഡെറിവേഷനില്ല. അടുത്തത് തിൻ റോഡാണ്. ഇതൊരു തിന്നായിട്ടുള്ള റോഡാണ്. ഈ തിൻ റോഡിൻ്റെ ആക്സിസ്, സെൻറ്ററിലൂടെയുള്ള ആക്സിസ് ml²/12 ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ml²/2 അല്ല, ml²/12. സോളിഡ് സ്ഫിയർ ഡയാമീറ്ററിലൂടെയുള്ള ആക്സിസ് 2/5 mr². ബോഡികളുടെ പേര്, ആക്സിസിൻ്റെ പേര്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല 6 ബോഡി 8 ഫോർമുല. റിങ്ങിനും ഡിസ്കിനും 2 ഓക്കെ, അങ്ങനെ ബൈഹാർട്ടാക്കി വെക്കുക, പ്രോബ്ലം ചെയ്യാനുണ്ടാവും. then അടുത്തത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ I = mk² എന്ന ഫോമിൽ എഴുതിയാൽ അവിടെ ആ കെയുടെ സ്ഥാനത്ത് വരുന്ന ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mk² ആണെങ്കിൽ k റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇപ്പോൾ റിങ് ഡയാമീറ്റർ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. അപ്പോൾ ആ m കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗം k². ആരാ k²? r²/2. അപ്പോൾ k r/√2. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, നമ്മളിനി ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും കമ്പയർ ചെയ്യാൻ പോകും. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് യെസ്, ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി. ലീനിയർ ആക്സിലറേഷൻ, ആംഗുലർ ആക്സിലറേഷൻ. അടുത്ത് നോക്കണം, ട്രാൻസ്ലേഷനിൽ മാസ് എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ഫോഴ്സ്, ടോർക്ക്, ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം. ഇതൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, ദിസ് ഇസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ദിസ് വൺ. ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് കൺവെർട്ട് ചെയ്ത് പഠിക്കുക. V = U + AT, അതിന് ഇക്വലൻ്റായി റൊട്ടേഷണൽ മോഷൻ്റെ ഫോർമുല ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. S = ut + ½ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ V² = U² + 2as. F = ma, എഫിന് പകരം ടോർക്ക്, എമ്മിന് പകരം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, എ എന്നതിന് പകരം ആൽഫ. നോക്കണം, മൊമെൻറ്റം P = mv, ആംഗുലർ മൊമെൻറ്റം L = I⍵. റൊട്ടേഷണൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ½mv², റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയോ ½I⍵². റൈറ്റ് സൈഡിൽ എഴുതിയ എല്ലാ ഫോർമുലകളും ബൈഹാർട്ടാക്കണം. ആ ഫോർമുല വെച്ചുകൊണ്ട് എക്സാമിന് പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലം ചോദിക്കണമെങ്കിൽ ഫോർമുല ആദ്യം അറിയണ്ടേ? ഫോർമുല ബൈഹാർട്ടാക്കാൻ എളുപ്പ വഴിയാണ്. ഈ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ടാണ്. അപ്പോൾ അതിന് ഇക്വലൻ്റായി ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. പ്രോബ്ലം എങ്ങനെ ചോദിക്കുമ്പോൾ നോക്ക്, ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ പ്രോബ്ലം നോക്ക്. മാസ് 20 kg. ഇനി അത് കറങ്ങുന്ന ആംഗുലർ സ്പീഡ് 100 ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് സിലിണ്ടർ 0.25 ആണ്. അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി ചോദിക്കുന്നു, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ I⍵².
ബോഡി സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കോളം വരച്ച് പഠിച്ചു mr²/2. ആദ്യം ഈ ഇക്വേഷൻ അറിയണം, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല അറിയണം, എന്നിട്ട് മാസ്, റേഡിയസ്, ഒമേഗ എല്ലാ ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3125 ജൂൾ എന്ന് കിട്ടും. അതേപോലെ ആംഗുലാർ മൊമെൻറ്റവും കാണാൻ പറഞ്ഞു. ആംഗുലാർ മൊമെൻറ്റം കാണാൻ നമ്മൾ കോളം വരച്ചു, കമ്പാരിസണിൽ പഠിച്ചു I ഒമേഗ. I എന്ന് പറയുമ്പോൾ സോളിഡ് സിലിണ്ടർ ആയതുകൊണ്ട് mr²/2. എമ്മും ആറും ഒമേഗയും തന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ടോപ്പിക്കിലേക്ക് വരികയാണ് നമ്മൾ. വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നേരത്തെ ലോസ് ഓഫ് മോഷനിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചു. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. വളരെ സിമ്പിൾ. എന്തായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അവിടെ പഠിച്ചത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്, ആ ഫോഴ്സ് ടോർക്കാക്കുക. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. ഓക്കെ, if external torque is 0, angular momentum will be constant അല്ലെങ്കിൽ conserved. If there is no external torque acting on a body or system, then its total angular momentum will be constant. Simple. ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല I × ഒമേഗ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വെച്ച് ഇപ്പോൾ പഠിച്ചു. I × ഒമേഗ എപ്പോഴും കോൺസ്റ്റൻറ്റ്. ടോർക്ക് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എർത്ത് ഉൾപ്പെടെയുള്ള പ്ലാനറ്റുകൾ സണ്ണിനെ ചുറ്റി കറങ്ങുന്നില്ലടാ. പുറമേ നിന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും? ഇല്ല. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല. അപ്പോൾ ഭൂമി അതുപോലെ മറ്റു പ്ലാനറ്റുകൾ അവരുടെ ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല I × ഒമേഗ. I × ഒമേഗ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ I കൂടുകയാണ്, കറങ്ങുന്നതിനിടയ്ക്ക് I കൂടിയാൽ ഒമേഗ കുറയും. ഒന്ന് കൂടിയാൽ മറ്റത് കുറഞ്ഞാലല്ലേ കോൺസ്റ്റൻ്റായി നിൽക്കുള്ളൂ. I കുറഞ്ഞാൽ ഒമേഗ എന്തെയും കൂടും. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. ഇനി ഞാൻ കാണിക്കുന്ന ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ ഡയഗ്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്നും ഇങ്ങനെ ചാപ്റ്റർ വൈസ് ആയി കിട്ടുകയാണെങ്കിൽ മറിച്ച് നോക്കിയാൽ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇങ്ങനെ കറങ്ങുന്ന ആളുകളുടെ ചിത്രങ്ങൾ കാണാം. ഓക്കെ, ഡൈവ് ചെയ്യുന്ന ആളുകളുടെ, കറങ്ങുന്ന ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ. ഈ കറങ്ങുന്ന ആളുകൾ കറക്കത്തിനിടയ്ക്ക് ഇങ്ങനെ കൈകാലുകൾ നിവർത്തി പിടിച്ചാൽ, മടക്കി പിടിച്ചാൽ, ശരീരം ചുരുട്ടി പിടിച്ചാൽ, നിവർത്തി പിടിച്ചാൽ കറക്കത്തിൻ്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം ഉണ്ടാവും. അവിടെ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ മാർക്കത്. ഈ കൈകാലുകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ, ഔട്ട് സ്ട്രെച്ച്ഡ് പൊസിഷൻ, ഇതല്ലേ ഇയാൾ കറങ്ങുന്ന ആക്സിസ്. അപ്പോൾ കൈകാലുകൾ നിവർത്തി പിടിച്ചാൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6 കൂടുന്നു. ശ്രദ്ധിക്കണേ, ഔട്ട് സ്ട്രെച്ചിങ് പൊസിഷൻ ആകുമ്പോൾ 6 കൂടും. 6 കൂടിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr² എന്നല്ലേ. അപ്പോൾ 6 കൂടിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടും. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ ഒമേഗൻ്റെയും ആംഗുലർ വെലോസിറ്റി കുറയും. അപ്പോൾ കറക്കത്തിൻ്റെ സ്പീഡ് കുറയും. എന്നാൽ ഫോൾഡ് ചെയ്ത് പിടിച്ചാലോ? ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആക്സിസിൽ നിന്നുള്ള ദൂരം കുറയുന്നു. ഫോൾഡിങ് പൊസിഷൻ 6 കുറയുന്നു. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറയുന്നു, ഒമേഗ കൂടുന്നു. ഓക്കെ, അങ്ങനെ വരും. ഇനി അതാണ് ഈ കേസിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നോക്ക്, ഡൈവ് ചെയ്യുന്ന ഡൈവർ ശരീരം ചുരുട്ടി പിടിക്കുമ്പോൾ 6 കുറയും, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറയും. അപ്പോൾ സ്പീഡ് കൂടും, നന്നായി കറങ്ങാൻ പറ്റും. വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. അപ്പോൾ ആ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടും, ഒമേഗ കുറയും. പൂച്ച ഉയരത്തിൽ ചാടുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്തുകൊണ്ട്? 6 കൂടും, I കൂടും, സ്പീഡ് കുറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. സണ്ണിനെ ചുറ്റി പ്ലാനറ്റുകൾ കറങ്ങുമ്പോൾ സണ്ണിരിക്കുന്നത് ഫോക്കസിലാണല്ലോ. ചില സമയത്ത് പ്ലാനറ്റുകൾ സൂര്യനോട് അടുത്തെത്തുമ്പോൾ പ്ലാനറ്റുകൾക്ക് സ്പീഡ് കൂടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ 6 കുറയാണ്, ഡിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറയുന്നു. അപ്പോൾ ഒമേഗ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, എന്നാൽ പ്ലാനറ്റുകൾ സണ്ണിൽ നിന്ന് ദൂരെയാകുമ്പോഴോ? അപ്പോൾ 6 കൂടുന്നു, I കൂടുന്നു, സ്പീഡ് കുറയുന്നു, ഒമേഗ കുറയുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വൃത്തിയായി കവർ ചെയ്തിരിക്കുകയാണ്. എല്ലാ ടോപ്പിക്കും വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.